ആരുമില്ലാതെ അനാഥമായി കിടന്ന ഒരു കിരീടമെടുത്തണിഞ്ഞ് സിംഹാസനമേറിയ ഭരണാധികാരിയല്ല നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദി. അഗ്നിപർവ്വങ്ങളും പരീക്ഷണ ഘട്ടങ്ങളും താണ്ടി തെരുവിലൊഴുക്കിയ രക്തത്തിന്റെ എല്ലാം പൈതൃകം ആരോപിക്കപ്പെട്ട് വേട്ടയാടപ്പെട്ട് ലോകം ഒറ്റപ്പെടുത്തിയൊരു മനുഷ്യൻ. തനിക്ക് നേരെ കൊട്ടിയടക്കപ്പെട്ട വാതിലുകളെല്ലാം തനിക്കായി പരവതാനി വിരിച്ച് കാത്തിരിക്കാൻ കാലത്തോട് ആവശ്യപ്പെട്ട ഒരു ജനനേതാവ്. അതാണ് മോദി എന്ന ദ്വയാക്ഷരി. മോദി അവതാരമെന്നും അവധൂതനെന്നുമെല്ലാം അദ്ദേഹത്തിന്റെ ഭക്തരും അനുയായികളും വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ തികച്ചും ജനാധിപത്യപരമായ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുന്നതിന് പിന്നിലെ ഊർജ്ജവും മുന്നിലെ ശോഭയും ഉള്ളിലെ കാന്തിയുമാണ് നരേന്ദ്രമോദി എന്ന് ആലങ്കാരികമായി നമുക്ക് പറയാം. നൂറ്റാണ്ടിലേറെ ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തീർത്തും അപ്രസക്തമാക്കി മൂന്നാം മുഴുവൻ പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജീവിത കഥയിലൂടെയാണ് ഇന്ന് നാം കടന്നുപോകുന്നത്. വടക്കൻ ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വട്നഗർ എന്ന ഗ്രാമം. ഇവിടെയാണ് 1950 സെപ്റ്റംബർ 17 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് അനിഴം നക്ഷത്രത്തിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജനനം. അച്ഛൻ ദാമോദർ ദാസ് മുൽചന്ദ് മോദി, അമ്മ ഹീരാബെൻ. ഇവരുടെ 6 മക്കളിൽ മൂന്നാമനായിരുന്നു നരേന്ദ്ര ദാമോദർ ദാസ് മോദി. കച്ചവടമായിരുന്നു കുടുംബത്തിന്റെ ഉപജീവന മാർഗം. പിതാവിന് ഒരു ചായക്കടയുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പിതാവിനെ കച്ചവടത്തിൽ സഹായിച്ച മോദി പിന്നീട് കൗമാര കാലഘട്ടത്തിൽ സഹോദരനൊപ്പം ഒരു ചായക്കട നടത്തിയിരുന്നതായി അദ്ദേഹത്തിന്റെ ജീവിതരേഖ സൂചിപ്പിക്കുന്നു. തന്റെ 8ാമത്തെ വയസ്സ് മുതൽ മോദി RSSൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. പ്രചാരക് ആയി പ്രവർത്തിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൽ നിന്നും ദീർഘ പരിശീലനം ലഭിച്ച മോദി ഗുജറാത്തിലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ വിദ്യാർത്ഥി നേതാവാവുകയും തുടർന്ന് BJP, നവനിർമ്മാൺ എന്നീ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. 1975 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഒളിവിൽ പോയ മോദി അവിടെയിരുന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. ജയപ്രകാശ് നാരായൺ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടത്തിയ സമരങ്ങളിലും മോദി ഭാഗവാക്കായിരുന്നു. 1985 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ RSS ആണ് മോദിയോട് ആവശ്യപ്പെട്ടത്. 1988 ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി മോദി തെരഞ്ഞെടുക്കപ്പെട്ടു. 1995 ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ വൻ വിജയത്തിന് പിന്നിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി ആദ്യം അധികാരമേൽക്കുന്നത്. ആ വർഷം ആദ്യം ഗുജറാത്തിൽ 20,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഭുജ് ഭൂകമ്പത്തെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വലിയ പരാജയമായിരുന്നു. ഇതോടെയാണ് മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേലിനെ മാറ്റി നരേന്ദ്രമോദിയെ BJP ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാക്കുന്നത്. പിന്നീട് 2014 വരെ മോദിയായിരുന്നു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. മോദിയുടെ ഭരണകാലത്താണ് ഗുജറാത്ത് വ്യാവസായികമായി അഭിവൃദ്ധി പ്രാപിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും ഒരേ സമയം ജനവിധി തേടിയിരുന്നു. രണ്ടിടത്തും ജയിച്ച മോദി വാരണാസി മണ്ഡലം നിലനിർത്തി വഡോദരയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. 2014 മെയ് 26 മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2019 മോദിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലെത്തി. ഇപ്പോഴിതാ മൂന്നാം മൂഴം ലക്ഷ്യമിട്ടാണ് മോദിയുടെ നേതൃത്വത്തിൽ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി നിരവധി ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മോദി പ്രധാനപ്പെട്ട നേതാവായി വളർന്നു. ലോക നേതാക്കളുടെ എല്ലാം ഉച്ച ചങ്ങാതിയായി മാറി. ഒരിക്കൽ വിസ നിഷേധിച്ച അമേരിക്ക അദ്ദേഹത്തിന് പലവട്ടം സ്വാഗതമരളി. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് തന്റെ ഉച്ച ചങ്ങാതിയാണ് മോദിയെന്ന് പരസ്യമായി പറഞ്ഞു. അമേരിക്ക മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളും അദ്ദേഹത്തെ സുഹൃത്തായി അംഗീകരിച്ചു. രാജ്യത്ത് മോദി നടപ്പാക്കിയ പദ്ധതികൾ അക്കമിട്ട് പറയാൻ നിരവധിയുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട ചില പരിഷ്കാരങ്ങളുമുണ്ട്. നോട്ട് നിരോധനം, ജമ്മു കാശ്മീർ പുനഃസംഘടന, പൌരത്വ ഭേദഗതി നിയമം, രാമക്ഷേത്രം, മുത്തലാഖ് നിർത്തലാക്കൽ തുടങ്ങിയവ മോദിയുടെ ഭരണകാലത്ത് ഇന്ത്യ കണ്ട നിർണായക കാഴ്ചകളായിരുന്നു. BJPയുടെ എക്കാലത്തെയും വിവാദ അജണ്ടകളായിരുന്നു കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളയുക എന്നത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നിവ. ഇവയിൽ ഏകീകൃത സിവിൽ കോഡ് ഒഴികെയുള്ളവ മോദി സർക്കാർ 10 വർഷം കൊണ്ട് നടപ്പാക്കി കഴിഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച നിയമനിർമ്മാണ നീക്കങ്ങൾ ഇപ്പോൾ സജീവമാണ്. രാജ്യത്തിനകത്തും പുറത്തും മോദിയുടെ സ്വീകാര്യത നാൾക്കുനാൾ കൂടി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മോദിയുടെ ജനകീയതയ്ക്ക് ഇടിവ് വന്നിട്ടുണ്ടോ എന്നറിയാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. മോദിയുടെ ജനകീയത കുറഞ്ഞാലും ഇല്ലെങ്കിലും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് എതിരാളികൾ പോലും സമ്മതിച്ചു.